ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു DIY പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു DIY സീരീസ് തുടങ്ങുകയാണ്. കൂടാതെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ലിപ്പ് ആൻഡ് ചിക്ക് ടിൻറ്റ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, വെറും 3 പ്രൊഡക്റ്റ് കൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ്. ഞാൻ എടുത്തേക്കുന്ന ഒരു ബീട്രൂട്ടാണ്, അത് തന്നെ മതിയാകും. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ബൗളാണെങ്കിലും ശരി, ഒട്ടും തന്നെ നനവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിനകത്തോട്ട് ഇതൊന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു അലോവേര ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള, വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതായാലും കുഴപ്പമില്ല. അതിനുശേഷം വേണ്ടത് ആമണ്ട് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഒലീവ് ഓയിലോ സാധാ വെളിച്ചെണ്ണയോ യൂസ് ചെയ്താലും മതി. ഇനി നമുക്കിതൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നമ്മുടെ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് ഒരു 3-4 ഡ്രോപ്സ് മാത്രം നമ്മൾ ആമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാവും. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിനകത്തൊരു ഗ്രീൻ ഷെയ്ഡല്ലയോ, ഇപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു വൈറ്റ് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കണ്ട ഞാൻ ഫൈനലായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് അതിൻ്റേതായ ഒരു പരുവം. ഇനി നമുക്കിതിനകത്തോട്ട് കുറേശ്ശായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ 3 ഇൻഗ്രീഡിയൻറ്റും നല്ലതുപോലെ മിക്സായി കിട്ടുന്നതിന് വേണ്ടി ഒരു 1 to 2 മിനിറ്റ്സ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ലിക്വിഡായിട്ടും അല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ്. ഇനി നമുക്കിതൊരു ബോട്ടിലിനകത്ത് ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ സിറം വാങ്ങിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. അത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിത് ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഒരു 3 ദിവസമോ ഒരു 2 ദിവസം നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ വെച്ചതിന് ശേഷം ഉപയോഗിച്ച് നോക്കുക. ഒരു 2 ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കളറ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കളറ് നല്ലോണം അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ചെടുത്ത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫൈനൽ റിസൾട്ട് എന്തുവാണ്. അപ്പോൾ ഞാൻ എടുത്ത എമൗണ്ട് കുറച്ച് കൂടിപ്പോയി, സാരമില്ല, നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിലെയും ഫേസ് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഒരുപാടങ്ങ് റെഡായിട്ട് ഒന്നും കിട്ടത്തില്ല. നമ്മുടെ നാച്ചുറൽ മേക്കപ്പിന് പറ്റിയിട്ടുള്ളൊരു ബ്ലഷ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല പ്രൊഡക്റ്റാണ്. ഓൾസോ നമുക്കിത് നമ്മുടെ ലിപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.